എലിസബത്ത് കാർട്ടറിൻ്റെ റിട്ടൺ എക്സ്റ്റംബർ ഓൺ എ സീ ഷോർ എന്നുള്ള പോവമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അബൌട്ട് ദി ഓതർ എലിസബത്ത് കാർട്ടർ. എലിസബത്ത് കാർട്ടർ ഒരു എമിനൻറ്റ് ഇംഗ്ലീഷ് പോയറ്റ്, ട്രാൻസ്ലേറ്റർ, ക്ലാസിസിസ്റ്റ് ആണ്. ആൻഡ് മോസ്റ്റ് ലേണഡ് വിമൻ ഓഫ് 18th century, വൺ ഓഫ് ദി മോസ്റ്റ് ലേണഡ് വിമൻ ഓഫ് 18th century എന്നാണ് അവർ അറിയപ്പെടുന്നത്. ഈ ബ്ലൂ സ്റ്റോക്കിംഗ് സർക്കിളിൽ ഒരു സെൻട്രൽ ഫിഗർ ആയിരുന്നു ഈ ഒരു റൈറ്റർ. ബ്ലൂ സ്റ്റോക്കിംഗ് സർക്കിൾ എന്ന് വെച്ചാൽ കുറച്ച് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള വിമൻ റൈറ്റേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ആ ബ്ലൂ സ്റ്റോക്കിംഗ് സർക്കിളിലെ ഒരു ഒരു എന്താ പറയുക, ഒരു സെൻട്രൽ ഫിഗർ ആയിരുന്നു നമ്മുടെ എലിസബത്ത് കാർട്ടർ എന്ന് പറയുന്നത്. ഇംഗ്ലണ്ടിലാണ് ജനിച്ചത്. ആൻഡ് ആസ്ട്രോണമി, മാത്തമാറ്റിക്സ് ആൻഡ് ഫിലോസഫിയിൽ വളരെ സ്കിൽഡ് ആയിരുന്നു. പിന്നെ ട്രാൻസ്ലേഷൻ വർക്ക്സ് ഒക്കെ ഒരുപാട് അവർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പോംസും എസ്സേസും ലെറ്റേഴ്സും ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പേഴ്സണൽ ഇമോഷനും നാച്ചുറൽ ഇമേജറി, അതുപോലെ തന്നെ ക്ലാസിക്കലായിട്ടുള്ള അല്യൂഷൻസ്, മൊറാലിറ്റി, ഇതൊക്കെയായിരുന്നു ഇവരുടെ തീംസ് ആയിട്ട് ഇവർ യൂസ് ചെയ്തിരുന്നത്. ദെൻ 1806 89 വയസ്സുള്ളപ്പോഴാണ് ഇവർ മരിച്ചത്. സോ നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു പോം ഉണ്ടല്ലോ, റിട്ടൺ എക്സ്റ്റംബർ ഓൺ എ സീ ഷോർ എന്നുള്ളതിനകത്ത് പോയറ്റ് ഒരു റെസ്റ്റ്ലെസ് സീയെ ഇങ്ങനെ നോക്കുവാണ്. അപ്പോൾ ആ സീ കാണുമ്പോൾ പോയറ്റിന് ഹ്യൂമൻ മൈൻഡിൻ്റെ റിഫ്ലക്ഷനാണ് കാണുന്നത്. അതായത് ഇവിടെ ഹ്യൂമൻ മൈൻഡിനെ സീ ആയിട്ട്, അതായത് ഒരു റെസ്റ്റുമില്ലാത്ത റെസ്റ്റ്ലെസ് ആയിട്ടുള്ള സീയുമായിട്ട് കമ്പയർ ചെയ്യുവാണ് പോയറ്റ്. സോ സീ നോക്കുമ്പോൾ, അതായത് കടൽ നോക്കുമ്പോൾ പോയറ്റിന് കാണുന്ന എന്താണ്? വേവ്സ് ആണ്. ആ വേവ്സ് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹ്യൂമൻ ബീങ്സിനെ മൈൻഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന തോട്ട്സിനെയും ഇമോഷൻസിനെയാണ് ആർക്ക് ഓർമ്മ വരുന്നത്? നമ്മുടെ പോയറ്റിന് ഓർമ്മ വരുന്നത്. നമ്മുടെ കടലിലെ വേവ്സ് എങ്ങനെയാണോ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട്, അതുപോലെ തന്നെയാണ് ഹ്യൂമൻ ബീങ്ങിൻ്റെ മൈൻഡിൽ വരുന്ന തോട്ട്സ്, ഇമോഷൻസ്. അതും വളരെ ഇൻകൺസിസ്റ്റൻ്റ് ആണ്. പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീയുടെ കാംനെസ് അവർ നോക്കുവാണ്. രാത്രിയിലാണ് അവർ അവിടെ ഇരിക്കുന്നത്. മൂൺ ലൈറ്റിൽ സീ വളരെ കാമായിട്ട് ഇവർക്ക് തോന്നുവാണ്. ആ ഒരു പീസ്ഫുൾ ഇമേജ് ഇവർക്ക് കാണുമ്പോൾ ഇവർക്ക് തോന്നുന്നത് അവരുടെ മൈൻഡിലുള്ള ഒരു ഇന്നർ ട്രാങ്ക്വിലിറ്റി അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് പീസിനെയാണ് ഓർമ്മ വരുന്നത്. പിന്നെ പോയിട്ട് മെൻ്റൽ സ്റ്റേറ്റിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതായത് അവരുടെ മൈൻഡിലുള്ള, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മൈൻഡിൽ വരുന്ന തോട്ട്സ് എന്ന് പറയുന്നത് ഈ വേവ്സ് വളരെ ജെൻറ്റിലായിട്ട് എങ്ങനെയാണോ അലയടിക്കുന്നത് അതുപോലെ ഭയങ്കരമായിട്ട് ഈ ഭയങ്കര സ്മൂത്തായിട്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മൂൺ ലൈറ്റിൻ്റെ പ്രസൻസിൽ. വളരെ സെറീൻ, അതായത് ഭയങ്കര പീസ്ഫുള്ളായിട്ടും ബാലൻസ്ഡ് ആയിട്ട് ഇവർക്ക് തോന്നുവാണ്. അവർക്ക് ആ നേച്ചറുമായിട്ട് ഒരു ഒന്നായൊരു ഫീലാണ് ഇവർക്ക് തോന്നുന്നത്. മൂൺ ബീംസ് വാട്ടറിൽ റിഫ്ലക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ ഇവർക്ക് ഇവരുടെ ബിലവഡ് ഫ്രണ്ടായിട്ടുള്ള യുഡോഷ്യയെ ഓർമ്മ വരുവാണ്. സോ ആ യുഡോഷ്യയുടെ ഇമേജ് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ മൈൻഡിൽ, പോയിറ്റിൻ്റെ ഹാർട്ടിൽ ജോയിയും ഹാപ്പിനെസ്സും ഒക്കെ കൊണ്ടുവരുന്നു. പക്ഷേ പോയിറ്റിനറിയാം ഈ പീസ്ഫുൾനെസ് എന്ന് പറയുന്നത് ടെമ്പററി മാത്രമാണ്. അത് പെർമനൻ്റ് ആയിട്ട് ഒരിക്കലും നിൽക്കില്ല, അല്ലേ? ഇപ്പോൾ ഈസ്റ്റ് വിൻഡ് എങ്ങനെയാണോ നമ്മുടെ കടലിനെ ഇളക്കുന്നത്, അതായത് സ്റ്റെർ ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് സോറോസും ഇവരുടെ ഈ ഒരു ഇമോഷണൽ കാംനെസ്സിനെ ഷേക്ക് ചെയ്യാൻ വേണ്ടി വീണ്ടും ഹാപ്പൻ ചെയ്യും. ബിക്കോസ് ദാറ്റ് ഇസ് ലൈഫ്, അല്ലേ? ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ എന്തും വേണം, സാഡ്നെസ്സും കാണും. അപ്പോൾ അവിടെ മൂൺ ഗോഡായിട്ടുള്ള, അതായത് സിന്ധ്യ എന്ന് പറയുന്നത് മൂണാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ക്ലാസിക്കലായിട്ടുള്ള അല്യൂഷൻസ് ഒക്കെ പോയതിനകത്ത് യൂസ് ചെയ്യുന്നത്. സിന്ധ്യ എന്ന് പറയുന്നത് ഒരു നമ്മുടെ മൂണിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ്. അപ്പോൾ മൂണെന്ന് പറയുന്നത് ക്ലൗഡ്സ് കൊണ്ട് മൂണിനെ മറയ്ക്കാം, അല്ലേ? അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് കിട്ടുന്ന ഹാപ്പിനെസ്സിനെ എന്ത് വരും എന്നാണ് സംഭവിക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്? സാഡ്നെസ് അല്ലെങ്കിൽ മെലങ്കളി ഹാപ്പൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ത്തിനകത്ത് പോയിട്ട് നേച്ചറിനെ യൂസ് ചെയ്തിട്ട് നമ്മുടെ മൈൻഡിലുള്ള ഇന്നർ ഇമോഷൻസും തോട്ട്സിനെ റിഫ്ലക്റ്റ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. കാം സീ എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷണൽ ബാലൻസിനെയാണ് കാണിക്കുന്നത്. സ്റ്റോം അല്ലെങ്കിൽ വിൻഡ് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിലുള്ള ടർബുലൻസ് അല്ലെങ്കിൽ ഇന്നർ കോൺഫ്ലിക്റ്റുകളെയാണ് കാണിക്കുന്നത്. മൂൺ അല്ലെങ്കിൽ യുഡോഷ്യ എന്ന് പറയുന്നത് എന്താണ്? ഗൈഡിങ് ഫിഗർ അല്ലെങ്കിൽ കംഫർട്ടിങ് ഫിഗറാണ്. എന്നുവെച്ചാൽ അവരുടെ മൂൺ ലൈറ്റിൽ സീയെ കാണുമ്പോൾ, യുഡോഷ്യയെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഇവരുടെ മൈൻഡ് ഒന്ന് ബാലൻസ്ഡ് ആവുന്നത്. എലിസബത്ത് കാർട്ടർ ശരിക്കും പറഞ്ഞതിനകത്ത് ഇമോഷൻസും പീസ് എന്ന് പറയുന്ന ആ ഒരു കൈൻഡ് ഓഫ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് എത്രമാത്രം ഫ്ലീറ്റിംഗ് ആണെന്നും അതുപോലെ തന്നെയാണ് നമ്മുടെ നാച്ചുറൽ വേൾഡും, അതും ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നേച്ചർ എന്ന് പറയുന്ന ഹ്യൂമൻ മൈൻഡിനെ ഒരു മിററായിട്ടാണ് ഇവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇമോഷണൽ ഫ്ലക്ച്വേഷനും ഇൻകോൺസ്റ്റൻസിയൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. ഇന്നർ പീസിനെ കുറിച്ച്, ഹാപ്പിനെസ്സിനെ കുറിച്ചും അതിൻ്റെ പെട്ടെന്നുള്ള ആ ഒരു ട്രാൻഷ്യൻസ്, അതായത് പെട്ടെന്ന് തന്നെ അത് മാറാം, ടെമ്പററി സ്റ്റേറ്റിനെ കുറിച്ചും അവർ പറയുന്നുണ്ട്. എത്രമാത്രം ഫ്രണ്ട്ഷിപ്പിൻ്റെ ആ ഒരു ഫ്രജലിറ്റിയെക്കുറിച്ചും കംഫർട്ടിങ് നേച്ചറിനെക്കുറിച്ചും പിന്നെ നാച്ചുറൽ എലിമെൻറ്റ്സ് ആയിട്ടുള്ള സീ, മൂൺ, വിൻഡ്, ഇതിനെയൊക്കെ സിമ്പിൾസായിട്ടും അവർ യൂസ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. നമുക്കിതാണൊരു ഒരു കൈൻഡ് ഓഫ് സമ്മറി എന്ന് പറയുന്നത് ഇതാണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാൻസ 1 ഇവർ പറയുന്നതെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എലിസബത്ത് കാർട്ടർ പോം ഓപ്പൺ ചെയ്യുന്ന ഒരു പവർഫുൾ മെറ്റഫർ യൂസ് ചെയ്തിട്ടാണ്. സീ എന്ന് പറയുന്നത് ഹ്യൂമൻ മൈൻഡിനെ മിററായിട്ടാണ് കൺസിഡർ ചെയ്തേക്കുന്നത്.
ഈ മൈൻഡിനെ റെസ്റ്റ്ലെസ് ആയിട്ടും ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടാണ് പോയിട്ട് പറയുന്നത്. അതായത് സിയെയും റെസ്റ്റ്ലെസ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ട് പറയുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഹ്യൂമൻ മൈൻഡ് എന്നാണ് പോയിട്ട് പറയുന്നത്. ഹ്യൂമൻ തോട്ട്സും ഇമോഷൻസും അൺസ്റ്റേബിളാണ്, മാറിക്കൊണ്ടേയിരിക്കും. സിയും എന്താണ്, ഒരു മൊമെൻറ്റിൽ കണ്ട പോലെ ആയിരിക്കും അടുത്ത മൊമെൻറ്റിൽ അല്ല. അതുപോലെ തന്നെയാണ് ഹ്യൂമൻ ബീങ്സിൻ്റെ മൂഡെന്നും ഇവർ പറയുന്നത്. ആൻഡ് ഓൾസോ ഈ സിയുടെ ഓരോ മൂമെൻറ്റിലും പോയിട്ട് അഡ്മിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ തന്നെ ഇൻകോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സെൽഫ് അല്ലെങ്കിൽ മൈൻഡിനെയാണ് അവർക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു കൈൻഡ് ഓഫ് ഇൻട്രോസ്പെക്ഷനാണ് ഫസ്റ്റ് സ്റ്റാൻസയ്ക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ആ ഒരു ഇമോഷണൽ സ്റ്റേറ്റിനെ കുറിച്ച്. സ്റ്റാൻസ 2-നകത്ത് പോയിട്ട് കോൺട്രാസ്റ്റ് ചെയ്യുവാണ് ഒരു പീസ്ഫുൾ മൊമെൻറ്റും അതുപോലെ തന്നെ നേരത്തെ അവരുടെ മൈൻഡിലുണ്ടായിരുന്ന ആ കോൺഫ്ലിക്റ്റഡ് ഇതിനെക്കുറിച്ച്, തോട്ട്സിനെ കുറിച്ചുമാണ് പറയുന്നത്. വേവ്സ് ഇപ്പം വളരെ ജെൻ്റ്ലി ആയിട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. ഒരു ബാലൻസ് ആൻഡ് ഹാർമണി ഉണ്ട് ഈ ഒരു മിഡ് നൈറ്റ് അവറിൽ. പിന്നെ മൂണിനെ കാണുന്നു. മൂൺ വളരെ ബ്രൈറ്റായിട്ട് ക്ലിയർ ആയിട്ടും ഷൈൻ ചെയ്യുവാണ്, യാതൊരു വിധത്തിലുള്ള ഒബ്സ്ട്രക്ഷൻസ് അല്ലെങ്കിൽ തടസ്സങ്ങളും ഇല്ലാതെ. മൂൺ ലൈറ്റ് ഈ ഒരു മിഡ് നൈറ്റ് സീനിനെ അല്ലെങ്കിൽ ആ അറ്റ്മോസ്ഫിയറിനെ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആക്കി അല്ലെങ്കിൽ പീസ്ഫുൾ ആക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ മെറ്റഫോറിക്കലി ഇത് സജസ്റ്റ് ചെയ്യുന്നത് അവരുടെ മെൻ്റൽ ക്ലാരിറ്റി അല്ലെങ്കിൽ ഇമോഷണൽ സ്റ്റെബിലിറ്റിയെക്കുറിച്ചാണ്. കാം സീ അല്ലെങ്കിൽ ബ്രൈറ്റ് മൂൺ സിംബലൈസ് ചെയ്യുന്നത് അവരുടെ ഇന്നർ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് വളരെ പീസ്ഫുള്ളായി മാറി എന്നുള്ളതാണ്. സ്റ്റാൻസ 3-കകത്ത് പറയുന്നത് ഈ ഒരു ഇൻറ്റേർണൽ സ്റ്റേറ്റിനെ ഒരു എന്താ പറയുക, ഒരു എക്സ്പ്ലിസിറ്റ് ആയിട്ട്, അതായത് വളരെ ക്ലിയർ ആയിട്ട് ഒരു പീസ്ഫുൾ സീനായിട്ട് കമ്പയർ ചെയ്യുവാണ്. സി എന്ന് പറയുന്നത് ഒരു ബ്ലെസ്സഡ് സിംബലായിട്ട് മാറുവാണ്. അവരുടെ ആ ഒരു ഇമോഷണൽ ബാലൻസ് അവർ വന്നപ്പോൾ അല്ലെങ്കിൽ അവർക്കത് കിട്ടിയപ്പോൾ സിയെ അവരെങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്, ഒരു ബ്ലെസ്ഡ് സിംബലായിട്ട് കൺസിഡർ ചെയ്യുവാണ്. മൈൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ സ്മൂത്തായിട്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഓരോ തോട്ട് ബൈ തോട്ട് ഇങ്ങനെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് അവരുടെ മൈൻഡിൽ. അതുപോലെ തന്നെയാണ് വേവ്സ് വളരെ ജെൻറ്റിലായിട്ടാണ് ഷോറിൽ വരുന്നത്. ഇപ്പോൾ പോയിട്ട് ഇവിടെ ഈ ഒരു അറ്റ്മോസ്ഫിയറിനെ വളരെ പ്ലാസിഡ് ആൻഡ് സെറീനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ അതൊരു ടെമ്പററി ആയിട്ടുള്ള ഇമോഷണൽ പീസാണെന്ന് പോയിട്ടിനറിയാം. ഓക്കെ, പിന്നെ സ്റ്റാൻസ 4-നകത്ത് പറയുന്നത് മൂൺ ബീംസ് എന്ത് ചെയ്യുന്നു എന്നാണ്, സ്മൂത്തായിട്ട് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി അവരുടെ മൈൻഡിൽ യുഡോഷിയുടെ ഇമേജാണ് വരുന്നത്. ഒരു ക്ലോസ് ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ചെറിസ്റ്റ് കമ്പാനിയനാണ്. ഈ ഒരു റിഫ്ലക്ഷൻ അവരുടെ മൈൻഡിൽ ജോയ് ആൻഡ് വാംത്ത് കൊണ്ടുവരുന്നു. അവരുടെ ഡിലൈറ്റ് അല്ലെങ്കിൽ ആ ഇമോഷണൽ അപ്ലിഫ്റ്റ്മെൻറ്റിനെയാണ് അത് പിന്നീട് കാണിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത്. ഈ മൂൺലൈറ്റ് എങ്ങനെയാണോ സിയെ ബ്രൈറ്റൺ ചെയ്യുന്നത്, ഈ യുഡോഷിയുടെ ഇമേജ് അതുപോലെയാണ് ഇവരുടെ ഹാർട്ടിനെ ബ്രൈറ്റൺ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ ആ ഒരു കംഫർട്ടിംഗ് ലെവലിനെ കുറിച്ചാണ് പറയുന്നത്. സ്റ്റാൻസ 5-കകത്ത് പോയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടോൺ ഓഫ് മെലങ്കളിയാണ്, ഒരു വാർണിംഗ് പോലെ കൊടുക്കുവാണ്. അതായത് സിയുടെ കാംനെസ്സും അവരുടെ മൈൻഡിലുള്ള ഇമോഷണൽ പീസും എല്ലാം ഫ്ലാറ്ററിങ് ആണ്. അതായത് വളരെ ഡിസെപ്റ്റീവാണ്, ഇല്യൂഷറിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെപ്പോൾ വേണമെങ്കിലും മാറും, അത് ടെമ്പററിയാണ്. ഈ ഈസ്റ്റ് വിൻഡ്, അതായത് യൂറസ് എന്ന് പറയുന്ന ഈസ്റ്റ് വിൻഡ് സിയുടെ സ്റ്റിൽനെസ്സിനെ എങ്ങനെയാണോ ഡിസ്റപ്റ്റ് ചെയ്യുന്നത്, അതുപോലെയാണ് നമ്മുടെ മെൻ്റൽ പീസിനെ എക്സ്റ്റേണൽ അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഫോഴ്സസ് ഡിസ്റ്റർബ് ചെയ്യുന്നത്. അവരുടെ സോറോസ് ഒക്കെ ഇപ്പോൾ പതുക്കെ റൈസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അതായത് ഇപ്പോൾ അവരുടെ ആ മൈൻഡിലുള്ള പീസ്ഫുൾ സ്റ്റേറ്റ് ഇല്ല. അപ്പോൾ അവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഈ പീസ് എന്ന് പറയുന്ന കാര്യം ലൈഫിലെന്ന് പറയുന്നത് ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റിയാണ് ഓരോരുത്തരുടെ ലൈഫിലും. അതായത് ഒരു പ്രാവശ്യം നമുക്ക് ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ മറ്റൊരു തവണ നമുക്ക് സാഡ്നെസ് ആയിരിക്കും. സ്റ്റാൻസ 6-നകത്ത് ഫൈനൽ സ്റ്റാൻസയാണ്. അതിനകത്ത് ഒരു മെറ്റഫറിനെ കുറിച്ചാണ് അവർ പറയുന്നത്. സിന്ധ്യ എന്ന് പറയുന്ന മൂൺ ഗോഡസിന് അല്ലെങ്കിൽ മൂണിന് ഒരു ക്ലാസിക്കൽ നെയിമാണ് സിന്ധ്യ എന്ന് പറയുന്നത്. ആ സിന്ധ്യയുടെ ലൈറ്റ് ഇപ്പോൾ ഒബ്സ്ക്വേർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ക്ലൗഡ്സ് വരുവാണ് അതിനെ മറയ്ക്കാൻ. അതുപോലെയാണ് പോയിറ്റിൻ്റെ ഹാപ്പിനെസ്സും ഇപ്പോൾ ആ മനസ്സിലുള്ള ആവശ്യമില്ലാത്ത തോട്ട്സ് വന്നങ്ങ് മറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഗ്ലൂം ഓഫ് സ്പ്ലീൻ എന്നാണ് പറയുന്നത്. ഗ്ലൂം ഓഫ് സ്പ്ലീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മെലങ്കോളിക് അല്ലെങ്കിൽ ഡിപ്രസീവ് ആയിട്ടുള്ള മൈൻഡിൻ്റെ അവസ്ഥയെ അല്ലെങ്കിൽ ആ സ്റ്റേറ്റിനെയാണ് പറയുന്നത്. അപ്പം ജോയ് ദാറ്റ് ഫ്രണ്ട്ഷിപ്പ് ഗിവ്സ്, അതായത് യുഡോഷിയുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ തന്നെ ഇവർക്ക് ഹാപ്പിനെസ് ആണ് ഇവരുടെ മൈൻഡിൽ വന്നത്. പക്ഷേ ഇപ്പോൾ അവരുടെ മൈൻഡിൽ ഇമോഷണൽ ഡാർക്ക്നെസ് ആണുള്ളത്. അപ്പോൾ പോയിട്ട് കൺക്ലൂഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സാഡ് നോട്ടിലാണ് കൺക്ലൂഡ് ചെയ്യുന്നത്. ഇമോഷണൽ ആയിട്ടുള്ള ഈ ഒരു ടർബുലൻസ് അല്ലെങ്കിൽ ഡൗൺ ടേൺസ് നമ്മുടെ മൈൻഡിൽ അല്ലെങ്കിൽ നമുക്ക് ആസ് എ ഹ്യൂമൻ ബീയിങ് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഹാപ്പൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്റ്റാൻസ 1-നകത്ത് ഇമോഷണൽ ടെർമോയിലിനെ റെക്കഗ്നൈസ് ചെയ്ത് ടെമ്പററി പീസ് എക്സ്പീരിയൻസ് എന്ന കാര്യവും സ്റ്റാൻസ 1 to 3-കകത്ത് അത്രയും പറയുന്നു. 4-നകത്ത് ഫ്രണ്ട്ഷിപ്പിൻ്റെ കംഫർട്ടിംഗ് ലെവലിനെയും ആ മെമ്മറിയെക്കുറിച്ചും പറയുന്നു. സ്റ്റാൻസ 5 to 6-നകത്ത് പീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു ഇന്നർ സെറിനിറ്റി എന്ന് പറയുന്നത് വളരെ ഫ്രജയിലാണെന്നും അതെപ്പോൾ വേണമെങ്കിലും മാറാം എന്നും പറയുവാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഈ ഒരു പോയത്തിനകത്ത് ഇവർ പറഞ്ഞു പോയേക്കുന്നത്.